അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2025 നവംബർ മാസം 7-ാം തീയതി നടത്തിയ ജുമാ ഖുതുബ ആണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. പ്രസ്തുത ഖുതുബയുടെ വിഷയം ഇസ്ലാമിലെ സദുപദേശം എന്ന മഹത്തായ കാര്യത്തെക്കുറിച്ചാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നു. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവന് വളരെ മഹത്തായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നല്ല ഉപദേശം നൽകുക എന്നതാണ്. അറബിയിൽ ഇതിനെ പറയുന്നത് നസീഹത്ത് എന്നാണ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദീൻ എന്ന് പറയുന്നത് സദുപദേശമാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിഷ്കളങ്ക ഉപദേശത്തെയാണ് മതം എന്ന് പറയുന്നത്. നിഷ്കളങ്ക ഉപദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് മതം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഉപദേശം വരേണ്ടത് എളിമയോടെ ആയിരിക്കണം, ആദരവോടെ ആയിരിക്കണം, ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എല്ലാത്തിനും ഉപരിയായി പാരുഷ്യത്തോടെ ആയിരിക്കരുത്, അഥവാ മുൻവിധിയോടെയും ആയിരിക്കരുത്. ഇസ്ലാമിൽ ഉപദേശം നൽകൽ വെറും വാക്കുകളിൽ നിന്നാകാൻ പാടില്ല. കാരണം അത് വായിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകൾ മാത്രമാണ്. ഇത് ഒരു ഉത്തരവാദിത്വമായിരിക്കണം. അത് വരേണ്ടത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ സഹായിക്കണം എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം. നന്മയിലേക്ക്, നേർപാതയിലേക്ക്, അല്ലാഹു കാട്ടിത്തന്ന പാതയിലേക്ക്. ഇത് നല്ലതുപോലെ മനസ്സിലാകുന്നതിന് സഹായകമായ ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സാധനങ്ങൾ എത്തിക്കുന്ന ഒരു ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം തൻ്റെ ചെറിയ കാർ എടുത്ത് സാധനങ്ങളുമായി പോയി ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. അദ്ദേഹം എപ്പോഴും വളരെ വിനയത്തോടെയാണ് പെരുമാറിയിരുന്നത്. നല്ല സ്വഭാവ മഹിമയുള്ളവനായിരുന്നു. ജനങ്ങളോട് വളരെ മര്യാദപൂർവമാണ് ഇടപെട്ടിരുന്നത്. സ്വയമേവ ആദരവുള്ള മാന്യനായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു മാന്യ വ്യക്തി അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തെ ക്ഷീണിതനായി കാണുകയും ചെയ്തു.
അദ്ദേഹത്തിൻ്റെ വസ്ത്രം നല്ല വൃത്തിയുള്ളതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാർ വളരെ വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്നു. അത് ഏതാണ്ട് കേടാകാറായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് പകരം അഥവാ വിഷമിപ്പിക്കുന്ന വാക്കുകൾക്ക് പകരം ഈ മാന്യ വ്യക്തി ദയാപുരസ്സരം അദ്ദേഹത്തെ സമീപിക്കുകയും ഒരു സംഭാഷണം ആരംഭിക്കുകയും ചെയ്തു. ഈ ചെറുപ്പക്കാരനായ വ്യക്തി വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വളരെ പാടുപെടുകയാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കി. അവരെ സഹായിക്കാനായി അവൻ്റെ പഠനവും അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് പ്രസ്തുത വ്യക്തി മനസ്സിലാക്കി. അവൻ്റെ കാർ പഴക്കം ചെന്നതായിരുന്നു. അത് ഓടിക്കുവാൻ അവൻ പാടുപെടുകയായിരുന്നു. വിശിഷ്യ അനേകം ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതായി വരുമ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നാണം കെടുത്താതെ, അദ്ദേഹത്തോട് സഹതാപം തോന്നി ചെയ്തു എന്നു കരുതാതെ പ്രസ്തുത മാന്യ വ്യക്തി അദ്ദേഹത്തെ സഹായിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം പ്രസ്തുത കാറിനെ ഒരു മെക്കാനിക്കിനെ കാണിക്കുകയും പൂർണ്ണമായി നന്നാക്കുകയും നല്ല നിലയിൽ ബ്രേക്കും ടയറും ഫിറ്റ് ചെയ്ത് പൂർണ്ണമായും സേവനത്തിനായി സജ്ജമാക്കുകയും ചെയ്തു. ജീവിത ചെലവ് വളരെ കൂടി നിന്ന സമയമായിരുന്നിട്ടും പ്രസ്തുത മനുഷ്യൻ പണത്തെ നോക്കിയില്ല. അദ്ദേഹം നോക്കിയത് ഈ മനുഷ്യനെ എങ്ങനെ സഹായിക്കാമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കുവാൻ സാധിക്കും, അദ്ദേഹത്തിന് എങ്ങനെ ആത്മവിശ്വാസം പകർന്നു നൽകുവാൻ കഴിയും, നേർപാതയിലൂടെ അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥയിൽ നിരാശപ്പെട്ടു പോകാതിരിക്കുവാൻ എന്ത് ചെയ്യുവാൻ കഴിയും. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥയെ എളുപ്പമുള്ളതാക്കി മാറ്റി ഇപ്രകാരം ചെയ്തത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചു മാത്രമായിരുന്നു. അപ്രതീക്ഷിതമായ ഈ പ്രവൃത്തിയിൽ പ്രസ്തുത ചെറുപ്പക്കാരൻ വികാരാധീനനായി. ഈ ദയാവായ്പ അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പ്രസ്തുത ചെറുപ്പക്കാരൻ ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവൻ്റെ കണ്ണുനീർ എല്ലാം പറഞ്ഞു. ഒരു മുസ്ലിം എന്ന നിലയിൽ അദ്ദേഹത്തിനായി വളരെയധികം പ്രാർത്ഥിച്ചു. അവനു വേണ്ടി അദ്ദേഹം ചെയ്ത സത്പ്രവർത്തിക്കായി പ്രസ്തുത ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനായി ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തി. ഈ പ്രവൃത്തിയെപ്പറ്റി നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കൊടുക്കുന്ന ആളിനെപ്പറ്റി കൂടുതലായി കാണപ്പെടുന്നില്ല. ഇത്തരം ഒരു അനുഗ്രഹം ലഭിച്ച ആളിന് വളരെ വലിയ ആശ്വാസം ലഭിച്ചതായി കാണാവുന്നതാണ്. ഈ ഉപകാരം സുഖസൗഖ്യത്തിൻ്റെ ഉറവിടമായി മാറുന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സത്തയായ കാര്യം. ഒരു പ്രയാസത്തിന് ആശ്വാസം കണ്ടെത്തുക, അത് എത്ര ചെറുതായി കാണപ്പെട്ടാലും ശരി, അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുന്ന പ്രസ്തുത നിമിഷം ഒരു വിശ്വാസി തീർച്ചയായും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തും. അവൻ്റെ പ്രീതിക്കായി പ്രസ്തുത നല്ല പ്രവൃത്തി ചെയ്ത വ്യക്തിക്കും നന്ദി രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാണോ നന്മ ചെയ്യുന്നത്, അള്ളാഹുവിൽ മാത്രം അവൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്, അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അവനിലേക്ക് എത്തുന്നതാണ്. അത് നമുക്ക് എല്ലാവർക്കും നല്ലതായി തീരുന്നതാണ്. ഓരോ വിശ്വാസിയും പ്രസ്തുത അസാധാരണമായ ദുആ ചെയ്യേണ്ടതാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ ഷരീഫ് നിർമ്മാണ വേളയിൽ ചെയ്ത ദുആ: ഞങ്ങളുടെ നാഥ, ഈ പ്രവൃത്തി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. നിശ്ചയമായും നീ എല്ലാം നല്ലവണ്ണം കേൾക്കുന്നവനും നീ എല്ലാം നല്ലവണ്ണം അറിയുന്നവനാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. അപ്പം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും
സൽപ്രവർത്തനങ്ങളാണെങ്കിലും അത് നമ്മൾ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഉള്ളിൽ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അറിയുന്നവൻ അള്ളാഹുവാണ്. ഞങ്ങളിൽ നിന്ന് ഈ ചെയ്യുന്ന പ്രവൃത്തിയെ നീ സ്വീകരിക്കണമേ എന്ന് പ്രസ്തുത പിതാവും പുത്രനും പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയായ കാര്യങ്ങളും അള്ളാഹുവെ നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്നുള്ള ഈ ദുആ ഓരോ വിശ്വാസിയും മനസ്സിൽ സൂക്ഷിക്കേണ്ടതും അത് ആവർത്തിക്കേണ്ടതുമാണ്. ഓരോ ചെറിയ പ്രവൃത്തിയും അത് നിഷ്കളങ്കമായി ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് അതിന് വമ്പിച്ച സ്ഥാനമാണുള്ളത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്ര ചെറുതാണെങ്കിലും അത് നിഷ്കളങ്കമായി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ വലിയ സ്ഥാനമാണുള്ളത്. ചിലപ്പോൾ നല്ലത് ചെയ്യുവാനുള്ള അവസരം നമുക്കായി ഒരുക്കുകയും അതിലൂടെ മറ്റു വ്യക്തികളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും കഴിയുന്നു. അപ്പോൾ നാം നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, നന്മയായ കാര്യങ്ങൾ സ്വയം ചെയ്യുകയും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു തആല പ്രസ്തുത വ്യക്തിയെ ശുദ്ധീകരിക്കുകയും അവനെ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്യുന്നതാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വരദാനമാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയും ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമും ചെയ്ത ദുആ നാം ചെയ്യേണ്ടതുണ്ട്. ഓരോ നിഷ്കളങ്ക പ്രവൃത്തിക്കും പ്രസ്തുത ദുആ അനിവാര്യമാണ്. ഇതൊരു ചെറിയ ദുആ ആകുന്നു, എന്നാൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ വളരെ വലുതാകുന്നു. നാം അവന് നന്ദി രേഖപ്പെടുത്തുമ്പോൾ അല്ലാഹു തആല നമ്മെ സ്നേഹിക്കുന്നു. അവൻ സ്നേഹിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ ദാസന്മാർ അവനോട് നന്ദിയുള്ളവരായിരിക്കുന്നു എന്നതാണ്. പ്രയാസ അവസരങ്ങളിൽ പോലും അവരത് ചെയ്യുന്നു. അവരുടെ പാതയിൽ അവനത് പ്രയാസങ്ങൾ ഇട്ടുകൊടുക്കുന്നു. അതെ, ഈ ജീവിതം തീർച്ചയായും പരീക്ഷണങ്ങളുടെ ജീവിതമാണ്. അല്ലാഹു അവൻ്റെ ദാസന്മാരെ പരീക്ഷിക്കുന്നു. ഉദ്ദേശങ്ങളിലും പ്രവർത്തനങ്ങളിലും ആരാണ് മികച്ചവൻ എന്നറിയാൻ അവൻ പരീക്ഷണം തുടരുന്നു. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രസ്തുത പ്രവൃത്തി സ്നേഹത്തിൻ്റെ ഒരു നിധിയായി മാറുന്നു. അള്ളാഹുവിനോടുള്ള ആദരവിൻ്റെ നിധിയായി മാറുന്നു. ഓരോ ഹൃദയത്തെക്കുറിച്ചും ഏറ്റവും നന്നായി അള്ളാഹു അറിയുന്നവനാണ്. ഓരോ വ്യക്തിയും എന്തുദ്ദേശിച്ചാണ് പ്രസ്തുത പ്രവൃത്തി ചെയ്യുന്നത് എന്ന് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ചിലപ്പോൾ ഒരു വ്യക്തി നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, എന്നാൽ അതിൻ്റെ പ്രതിഫലം അവൻ ഉദ്ദേശിച്ച നിലയിലായിരിക്കില്ല. അവൻ്റെ ഉദ്ദേശം ശരിയായിരുന്നു, എന്നാൽ ദൗർഭാഗ്യവശാൽ അതിൻ്റെ അനന്തരഫലം അവൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല. ഇപ്രകാരം സംഭവിക്കുന്നു. എന്നാൽ അല്ലാഹു തആല ഇതിൽ വ്യക്തികളെ മോശമായി കാണുന്നില്ല. ഇത്തരം വ്യക്തികളെ മോശമായി കാണുന്നില്ല. കാരണം അവൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു, എന്നാൽ അവൻ തെറ്റായ വാക്ക് തിരഞ്ഞെടുത്തിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ച ഫലം അത് കൊണ്ടുവന്നില്ലായിരിക്കാം. അപ്പം നിഷ്കളങ്കമായ ഉദ്ദേശത്തോടുകൂടി നാം ചെയ്യുന്ന പ്രവൃത്തി അത് ഫലപ്രാപ്തിയിലെത്തിയില്ല എങ്കിലും അല്ലാഹു തആല ആ ഉദ്ദേശത്തിനനുസൃതമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യുന്നതാണ്. ഇതൊരു വിദ്യാർത്ഥിയെ പോലെയാണ്. വർഷം മുഴുവൻ അവൻ പഠിച്ചു. അവൻ അനേകം ത്യാഗങ്ങൾ അതിനായി വരിച്ചു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ ചെയ്യുന്നത് പോലെ അവൻ സ്വയം കളിച്ച് ചിരിച്ചു നടന്നില്ല. എന്നാൽ ഒടുവിൽ അവൻ കഷ്ടിച്ച് ജയിക്കുക മാത്രമാണ് ചെയ്തത്, അഥവാ പരാജയപ്പെട്ടു. പ്രസ്തുത സമയത്ത് പ്രസ്തുത കുട്ടിയെ ഒരാൾക്ക് ആക്ഷേപിക്കാവതല്ല. വിജയിക്കുവാൻ അവൻ പലതും ചെയ്തു. ചിലപ്പോൾ പരീക്ഷ പേപ്പർ അവന് എത്തിപ്പിടിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തായിപ്പോയി, അഥവാ പ്രസ്തുത ചോദ്യക്കടലാസിനെ അവൻ തെറ്റിദ്ധരിച്ചു പോയിരിക്കാം. ഇതേ നിലയിൽ അല്ലാഹു ഏറ്റവും മഹത്വമുള്ള നേതാവും അധ്യാപകനും ആകുന്നു. ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്യുന്നവരെ അവൻ ആക്ഷേപിക്കുകയില്ല. പ്രസ്തുത വ്യക്തി ഇഹലോക കാര്യത്തിന് വേണ്ടി മാത്രമല്ല ത്യാഗം ചെയ്യുന്നത്, മറിച്ച് അവൻ നമസ്കാരത്തെ അവഗണിക്കുന്നവനുമല്ല.
ഓരോ മനുഷ്യനും അവൻ്റേതായ നിലയിലുള്ള കഴിവുകളും ഗുണങ്ങളുമുണ്ട് എന്ന കാര്യം നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ഇതിലൂടെ അവൻ 100% ഇഹലോക കാര്യങ്ങളിലും പഠനകാര്യങ്ങളിലും വിജയിക്കുമെന്ന് അർത്ഥമില്ല. എന്നാൽ അള്ളാഹു അവൻ്റെ പ്രയത്നങ്ങളെ തിരിച്ചറിയുന്നു, എന്നിട്ട് നല്ല വഴിയിലൂടെ പോകുവാനുള്ള വഴി അവൻ തിരഞ്ഞെടുത്തു നൽകുന്നു. ഉദാഹരണമായി അള്ളാഹുവിൻ്റെ പാതയിലുള്ള പ്രവർത്തനങ്ങൾ. എന്തുകൊണ്ടും പ്രതിഫലദായകമായ പാതയാണ് അള്ളാഹുവിൻ്റെ വഴി. അത് മുഴുവൻ നന്മയാണ്. നന്മകൾ സ്വീകരിക്കുവാനും നന്മകൾ സ്വായത്തമാക്കുവാനും നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നല്ല ഉദ്ദേശത്തോടുകൂടി നന്മയിൽ കൂട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് സമ്മോഹനമായ അവസ്ഥാവിശേഷം ഈ ഭൂമി ലോകത്തും നാളെ ആത്മീയ ലോകത്തും അള്ളാഹു ഒരുക്കി വയ്ക്കുന്നതാണ്. അതിനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നന്മയുടെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനുള്ള സൗഭാഗ്യം നൽകട്ടെ. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുകളും നന്മയിലേക്ക് പ്രചോദനം നൽകുന്നതായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. അള്ളാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. തമ്പുരാനെ, നീ എല്ലാം നല്ലതുപോലെ കേൾക്കുന്നവനും നല്ലതുപോലെ കാര്യങ്ങൾ അറിയുന്നവനുമാണ്. ഞങ്ങൾ എല്ലാം നിന്നിൽ ഫലമേൽപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.